3.5 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് വിസ്മയം. ഈ അപൂർവ കാഴ്ച ഉമ്മർ കുട്ടിക്കയുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഫാമിലേതാണ്. പെരിന്തൽമണ്ണ കോട്ടയ്ക്കൽ റൂട്ടിൽ പൊരുന്നംപറമ്പ് എന്ന സ്ഥലത്താണ് ഇത്. തികച്ചും ജൈവ രീതിയിലാണ് ഇവിടെ കൃഷി നടത്തുന്നത്. ഈ ഫാമിൽ വളർത്തുന്ന പശുക്കളുടെ ചാണകവും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മുട്ടത്തോടും മറ്റ് ചപ്പുചവറുകളും ഇവിടെ വളമാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 12 വർഷത്തോളമായി അദ്ദേഹം ഈ ഫാം തുടങ്ങിയിട്ട്. ഈ ഫാമിൽ മഴവെള്ള സംഭരണി, സൗരോർജ പാനൽ എന്നിവയും ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് സപ്പോർട്ട് ആയിട്ടുള്ള ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ ആവശ്യത്തിനനുസരിച്ച് നിർമ്മിച്ചു കൊടുക്കാറുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് തൈകൾ കേരളത്തിനകത്തും പുറത്തും കൊറിയറായി അദ്ദേഹം അയച്ചു കൊടുക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ മുഴുവനും അയൽ ജില്ലകളിലും ആവശ്യത്തിനനുസരിച്ച് കൃഷി ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ച് ക്ലാസുകൾ ഇവിടെ നടത്തി വരാറുണ്ട്. ഇത് കൃഷി വകുപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ചുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സുകളും അദ്ദേഹം ഇവിടെ നടത്തി കൊടുക്കാറുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് കൂടാതെ നിരവധി വിദേശ പഴങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ ഫാമിലുണ്ട്. കൂടാതെ ചെറിയ രീതിയിൽ തേനീച്ച കൃഷിയും ഉണ്ട്. സ്വദേശത്തും വിദേശത്തും ആണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിപണി. ഫാമിൽ വരുന്നവർക്ക് കൃഷിയെക്കുറിച്ച് വിശദമായി അദ്ദേഹം പറഞ്ഞു കൊടുക്കാറുണ്ട്. സംശയങ്ങൾക്ക് അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ആഴ്ചയിൽ 1-2 ദിവസം മാത്രം നനച്ചാൽ മതി എന്നതിനാൽ ജലലഭ്യത കുറഞ്ഞ സ്ഥലങ്ങളിലും ഇത് കൃഷി ചെയ്യാവുന്നതാണ്. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു കൃഷിയാണ് ഇത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിന് പ്രചാരം കുറവാണ്. കൃഷിയോട് താല്പര്യമുള്ളവർക്ക് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ സദാസമയം സന്നദ്ധനായി നമ്മുടെ ഉമ്മർ കുട്ടിക്ക ഉണ്ട്. ഈ കൃഷിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ഫാമിൻ്റെ വിശദമായ ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതിന് ബദല് മുട്ടത്തോടാണ്. ഇത് മെഷീൻ ഉണ്ട്, അതിലിട്ട് കൊടുത്തിട്ട് അതിന്റെ കൂട്ടത്തിലിട്ട്
അപ്പോൾ മെഷീൻ ഇതിൻ്റെ ഉള്ളിലാണ് മെഷീൻ അവിടെ ഉണ്ട്. അവിടെ ഇതിവിടെ നിങ്ങൾ പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് അതായത് എല്ലാം നാച്ചുറലായിട്ട് കൊടുക്കണം എന്നുള്ള അപ്പോൾ ഇത് കടകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യും. ഇത് ശരിക്കും ഈ മുട്ട കൊഴിഞ്ഞോളം ഇരിക്കുന്നുണ്ട് ഫാം അവിടെ നിന്നാണ് കൂടുതൽ. പിന്നെ ഈ ബേക്കറികൾ അവിടെ നിന്നൊക്കെ ഇതിങ്ങനെ പൊടിച്ച് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെയ്യണം. മൂപ്പരുടെ പേരെന്താ ചോദിച്ചു? അതെന്താണെന്നറിയാം. അതിൽ ഫ്രൂട്ട് ഉണ്ടാവും. അതിലും ഉണ്ട് അല്ലേ? ഇതെങ്ങനെയാ ഇതിനെയൊക്കെ കുറിച്ചൊക്കെ മനസ്സിലാക്കി ഇത് കൊണ്ടുവയ്ക്കാൻ കാരണം? തയ്യേ ഇങ്ങനെ നടക്കുന്ന വഴിയിൽ കാണും. കാണുമ്പോൾ വാങ്ങിച്ചു. ഷുഗർ പ്രഷറിനൊക്കെ അധികം എന്താ പറയുക, നമ്മളവിടെ ഒന്നും ഇല്ലാത്ത വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. കാണാൻ തന്നെ അങ്ങനെ തൂങ്ങി കിടക്കുമല്ലോ അല്ലെ, മുന്തിരി ഉള്ള പോലെ. ഒരു ഫോട്ടോ എടുത്തോ? എന്തിനാ മിണ്ടാണ്ട് നിൽക്കുവോ? ഫോട്ടോ എടുത്തോ?